സാദരമായിട്ടുള്ള നല്ല നമസ്കാരം. എമ്പുരാൻ സിനിമ കണ്ടു. ഇപ്പോൾ വിവാദങ്ങളൊക്കെ കത്തിപ്പടരുകയാണ്. പക്ഷേ സിനിമയെ സംബന്ധിക്കുന്നിടത്തോളം അതൊരു കലാകാരൻ്റെ ഒരു നിർമ്മിതി. എഡിറ്റിംഗ് നല്ലതാണ്, ഛായാഗ്രഹണം നല്ലതാണ്, ശബ്ദ സന്ദേശങ്ങൾ നല്ലതാണ്, പശ്ചാത്തലം വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്നു. എൻ്റെ പ്രധാനമായിട്ടുള്ള കാസ്റ്റിംഗ്, നടന്മാരെയൊക്കെ അതിന് ചേരുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മോഹൻലാലിനെ നായകനാക്കുമ്പോൾ ഏതാണ്ട് 48 മിനിറ്റോളമാണ് മോഹൻലാൽ രംഗത്തിൽ വരുന്നത്. വലിയ സംഭാഷണങ്ങളൊന്നും തന്നെ മോഹൻലാലിനില്ല. വളരെ കുറഞ്ഞ ഒരു 4-5 സംഭാഷണങ്ങൾ. പിന്നെ ഇത് ലൂസിഫർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ 2ാം ഭാഗമാണെന്നുള്ള രീതിയിലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധമില്ല. പൊട്ടിനകത്ത് പുരൂഴ വാരി ഇടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ലൂസിഫറിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിലെ ചിലതൊക്കെ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊന്നുമില്ല. പിന്നെ ഹോളിവുഡിൻ്റെയൊക്കെ സാങ്കേതിക തനിമയിലേക്ക് ചിത്രത്തെ ഉയർത്തിക്കൊണ്ടുവരാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല. പക്ഷേ അതിനകത്തിലുള്ള മറ്റൊരു വൈചിത്ര്യം എന്ന് പറയുന്നത്, ഈ സിനിമ നൽകുന്ന സന്ദേശം എന്താ? കലാസാംസ്കാരിക പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തിന് നല്ല സന്ദേശം നൽകുകയും നമ്മുടെ തലമുറയിലേക്ക് അതിൻ്റെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവരുന്നതുമായിട്ടുള്ളതായിരിക്കണമല്ലോ സിനിമയും മറ്റ് കലാസാംസ്കാരിക പ്രവർത്തനങ്ങളും. പക്ഷേ ഇത് പാടെ വിരുദ്ധമാണ്. കാരണം ഒരു രാജ്യത്തിന് നിരക്കാത്ത രീതിയിലുള്ള ചില പരാമർശങ്ങൾ അതിനകത്തിൽ നടത്തിപ്പോകുന്നു. സത്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ രക്ഷ രാജ്യസുരക്ഷയാണ്. ഏറ്റവും വലിയ കുറ്റവും രാജ്യസുരക്ഷയ്ക്കെതിരെ നടത്തുന്ന കുറ്റങ്ങളാണ്. വേജിംഗ് വാർ അഗൈൻസ്റ്റ് ദ കൺട്രി. ഈ ചിത്രത്തിൽ ഗോദ്ര സംഭവം പറയാതെ പോവുകയാണ്. പക്ഷെ ഗോദ്ര സംഭവം എന്ന് പറയുന്നത് മലയാളത്തിലൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കുറേ ശൂലം ഗർഭിണികളുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളൂ. എന്താണ് യഥാർത്ഥത്തിലുള്ള സംഭവം? 2002 ഫെബ്രുവരി 27 രാവിലെ 8:30 സബർമതി എക്സ്പ്രസ്സിന് തീ വെക്കുന്നു. അതിൻ്റെ ഒരു ബോഗിലുണ്ടായിരുന്നത് അയോധ്യയിൽ നിന്ന് വന്ന കർഷകരാണ്. ആ തീവപ്പിൽ 23 പുരുഷന്മാരും 15 സ്ത്രീകളും 20 കുഞ്ഞുങ്ങളും വെന്ത് വെണ്ണീറാകുകയാണ്. അതാണ് അതിൻ്റെ തുടക്കം. പിന്നെ 2 ഭാഗത്തും അക്രമങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ ഈ സത്യാവസ്ഥ എന്തുകൊണ്ട് ചിത്രത്തിൽ കാണിക്കുന്നില്ല? പക്ഷെ ഒരുപക്ഷെ ഇത്തരത്തിലൊരു ചിത്രം ഇറക്കിയത് കൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തുവാൻ കാരണമാകുന്നുണ്ട്. അതെത്തണം. ഒരിക്കൽ പോലും നമ്മുടെ കേരളത്തെ പോലുള്ള ഒരു പ്രദേശത്തിൻ്റെ സത്യാവസ്ഥയല്ല ചർച്ച ചെയ്യപ്പെടുന്നത്, മറ്റു ചില കാര്യങ്ങളാണ്. പിന്നെ ആഭ്യന്തര മന്ത്രിക്ക് എതിരെയുള്ള അതൊന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലും അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ചില പരാമർശങ്ങൾ, അത് ഒരിക്കലും ശരിയായ കാര്യമല്ല. നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്ന പുരോഗതി അടുത്ത കാലത്ത് നമുക്കെല്ലാം അറിയാം. ലോകം മുഴുവൻ നമ്മുടെ ഭാരതത്തെ ആരാധിക്കുന്ന രീതിയിലേക്ക് ഭാരതം മാറി. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുണ്ടായ മാറ്റങ്ങൾ, ഒരുപക്ഷെ ലോകത്തെ ഡിജിറ്റൽ കറൻസിയിൽ നമ്മളിപ്പം ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്നു, ഏതാണ്ട് വലിയ ഒരു മുൻനിരയിലേക്ക് ഭാരതം കടന്നു വന്നു. മറ്റു പല വികസിത രാജ്യങ്ങൾ പോലും ഇങ്ങനെ ഉപയോഗിക്കുന്നില്ല. മേക്കിംഗ് ഇന്ത്യ പദ്ധതിയിലുള്ള ഒട്ടേറെ പ്രോഡക്റ്റുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിപണി കടന്ന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നു. ഇതൊക്കെ രാജ്യത്തുണ്ടാകുന്ന ആകെ ഒരു അഭിവൃദ്ധിയാണ്. ഈ അഭിവൃദ്ധിയെ തകർക്കത്തക്ക രീതിയിലൊരു ചിത്രം എന്തുകൊണ്ട്? അത് ആ രീതിയിൽ ശരിയല്ല. സത്യാവസ്ഥ പറയണം. ഇനി ഏതെങ്കിലും രാഷ്ട്രീയക്കാരെയൊക്കെ അതിനകത്തിൽ ചെളിവാരി തേക്കുന്നതിലോ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ലൂസിഫറിനകത്ത് എല്ലാവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരെ ഒരേ രീതിയിൽ വിമർശിക്കപ്പെടുകയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ ചിത്രം നമുക്ക് ആകമാനം ഒന്ന് പരിശോധിച്ചാൽ കോൺഗ്രസിനെ വീണ്ടും ഭരണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, ഒരിക്കലും നടക്കാത്ത അസംഭവമായ ഒരു കാര്യമായി ഇന്ത്യയിൽ വിലയിരുത്തപ്പെടുന്ന കാര്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം. അതുകൊണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ്. സിനിമയിൽ കൂടെ നല്ല സന്ദേശം കൊടുക്കണം. എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു.
പിന്നെ കുരിശിൻ്റെ ചില കാര്യങ്ങൾ അതൊരു ക്രിസ്ത്യൻ സമൂഹത്തെ നിരീശ്വരവാദത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശമുണ്ടോ? കുരിശൊടിഞ്ഞ് വീഴുക, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്നൊക്കെ പറയുക, ഇതൊക്കെ എന്താ എന്ന് അറിയില്ല, ഒന്നും വ്യക്തമല്ല. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചിത്രം? അതുകൊണ്ട് ഇതിൽ തിരുത്തപ്പെടേണ്ട ഭാഗങ്ങളുണ്ട്. ഇനിയും കലാസാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ പുറകോട്ടടിക്കുന്ന കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഉണ്ടാകണം. എന്തായാലും ഇതിൽ തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ തിരുത്തപ്പെട്ട് തന്നെ മുന്നോട്ട് പോകണം. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയും അഭിവൃദ്ധിയും സാംസ്കാരിക പൈതൃകവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ചിത്രമാണ്. ഇത്തരത്തിലുള്ള ചിത്രം പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് തന്നെയാണ്. നന്ദി.